അത് വളരെ ബുദ്ധിപൂർവമാണ് പീലാത്തോസ് ആ കാര്യം ചെയ്തത്. കാരണം പീലാത്തോസ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് യഹൂദന്മാർക്കാണ് ഇതിൻ്റെ മുഴുവൻ ചുമതല എന്നാണ്. എന്ന് വെച്ചാൽ ഇവൻ കൈസറിന് തുല്യനാണെന്ന് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞിട്ടില്ല. യഹൂദന്മാരാണ് പറയുന്നത് ഇവൻ അവരുടെ രാജാവാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു. യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചതിന് ഡയറക്റ്റായിട്ടൊരു മറുപടി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞില്ല. എങ്കിലും ആ മറുപടി സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള രീതിയിലാണ് പീലാത്തോസ് ക്രൂശിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ ക്ലെയിം ചെയ്തു എന്ന് എഴുതണമെന്ന്. അങ്ങനെ എഴുതാൻ പീലാത്തോസ് തയ്യാറായില്ല. ഞാൻ എഴുതിയത് എഴുതി എന്ന് പറഞ്ഞു. ഇതിൻ്റെ